പശ്ചിമബംഗാൾ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സർക്കാർ ഹിന്ദുവിരുദ്ധ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും രൂക്ഷമായ ഭാഷയിൽ അമിത്ഷാ വിമർശനമായി ഉന്നയിച്ചു. കൽക്കട്ടയിലെ പൊതുപരിപാടിക്കിടെയായിരുന്നു വിമർശനം. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ നടന്ന ഹിന്ദു വിരുദ്ധ കലാപം മമതാ സർക്കാർ സ്പോൺസർ ചെയ്തതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ക്രമസമാധാനം നിലനിർത്താൻ BJP പ്രവർത്തകർ ഹൈക്കോടതിയിൽ പോയി BSF വിന്യാസത്തിന് ഉത്തരവ് നേടി. സ്ഥിതി ഗുരുതരമാക്കാൻ തൃണമൂൽ നേതാക്കൾ പരമാവധി ശ്രമിച്ചു. മന്ത്രിമാർ പോലും കലാപങ്ങളിൽ പങ്കാളികളായി. മുസ്ലിം പ്രീണനത്തിനായി മമതാ ബാനർജി എല്ലാ സീമകളും ലംഘിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുറന്നടിച്ചു. मुर्शिदाबाद में अभी हिंसा हुई. हमारा गृह मंत्रालय कहते कहते थक गया कि BSF को बुला लीजिए. हम नहीं बुलाएंगे क्योंकि BSF आती तो हिंदुओं की रक्षा करती. फिर हमारे कार्यकर्ता हाई कोर्ट गए. हाई कोर्ट के ऑर्डर पर BSF आई और हिंदुओं को बचाने का काम किया. ममता जी, ये स्टेट स्पॉन्सर दंगा था जिन्होंने हिंदुओं को न्याय किया है. പശ്ചിമബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബംഗാളിന്റെ ഭാവി തീരുമാനിക്കുക മാത്രമല്ല, ദേശസുരക്ഷയ്ക്ക് കൂടി നിർണായകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ബംഗ്ലാദേശികൾക്ക് വേണ്ടി രാജ്യാതിർത്തി തുറന്നുകൊടുത്ത് നുഴഞ്ഞുകയറ്റം അനുവദിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റം തുടരുന്നതിനാൽ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് വർദ്ധിച്ചു. തനിക്ക് ശേഷം അനന്തരവൻ മുഖ്യമന്ത്രിയാകുമെന്ന മമതയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. बंगाल का चुनाव देश की सुरक्षा के साथ जुड़ा हुआ चुनाव, क्योंकि ममता बनर्जी ने हमारे देश की सीमाओं को बांग्लादेशियों के लिए खुला कर दिया, क्योंकि घुसपैठ चलती रहे, आपकी वोट बैंक बढ़ती रहे और आपके बाद आपका भतीजा भी मुख्यमंत्री बनता रहे. भाइयों बहनों, ये होने वाला नहीं. പാകിസ്ഥാൻ ഭീകരരെ എത്ര അനുകൂലിച്ചാലും ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും മമതയെ ഓർമ്മപ്പെടുത്തുന്നതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. और ममता जी, आप जितना पक्ष लेना है उतना पाक प्रेरित आतंकवादियों का पक्ष ले लो. मैं बताकर जाता हूं, ये नरेंद्र मोदी सरकार है, ये भारतीय जनता पार्टी की सरकार है. ऑपरेशन सिंदूर समाप्त नहीं हुआ है. കൊൽക്കട്ടയിൽ BJP സംഘടിപ്പിച്ച പരിപാടിയിൽ മമതാ ബാനർജിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് അമിത്ഷാ തൊടുത്തത്. ജനം, ഡൽഹി.